ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എല്ലാ വർഷത്തെ പോലെയും സാന്ദ്രമായി പുറത്തിറങ്ങാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഷോപ്പിങ്ങിന് പോകാനും ഒന്നും സാധിച്ചെന്ന് വരില്ല. ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടതായുണ്ട്. ഇത് പുറത്തിറങ്ങാനുള്ള സമയമല്ല, അകത്തേക്ക് വെക്കാനുള്ള അവസരമാണ്. ഈശ്വരൻ അനുവദിച്ചു തന്ന ബാഹ്യമായ സ്വാതന്ത്ര്യം വിവേകത്തോടെയും ആത്മസംയമനത്തോടെയും ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നെ ഇനിയും കുറച്ച് നാൾ അകത്ത് നോക്കി തെറ്റുകൾ തിരുത്താൻ പഠിക്കും എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഹൃദയം തുറക്കുക, നമ്മൾ ഉണരണം, എങ്കിലേ ആ കൃപയ്ക്കും പാത്രമാകുള്ളൂ. കൃപ എപ്പോഴും നദി ഒഴുകുന്നതിൽ ഒഴുകിക്കൊണ്ടിരിക്കുക. നദീ തീരത്ത് കുറച്ച് കുഴിക്കാൻ പ്രയത്നിക്കണം, ആ വെള്ളം അങ്ങോട്ട് ഒഴുകുന്നത്. അതുപോലെ കാറ്റെല്ലായിടത്തും വീശിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണാടിക്കൂട്ടിനകത്ത് കയറിയിരിക്കുന്ന നമുക്കിങ്ങനെ കാറ്റ് കിട്ടും. സൂര്യൻ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, കഥ അടച്ചിരിക്കുന്ന നമുക്കിങ്ങനെ പ്രകാശം കിട്ടുന്നു. അപ്പം അതുപോലാണ് നമ്മൾ. മൂല്യങ്ങൾ ഓരോരോ വർഷങ്ങൾ കഴിയുന്നതോറും കുറഞ്ഞ് 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 വളരെ വളരെ അകലെയായി. ഒരാളെ റോഡിൽ വരയിടുന്ന ജോലിക്ക് കോണ്ടാക്റ്റ് കൊടുത്തു. ഈ വണ്ടി രണ്ടായിട്ട് പോകാൻ വേണ്ടി വരയിടുന്ന ജോലിക്ക് നിർത്തി. അപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ അയാൾ 3 കിലോ മേലിട്ട് വില ഇട്ട് സന്തോഷമായിട്ട് ഇദ്ദേഹം പോയി. പിന്നെ വന്നപ്പോൾ 1/4 കിലോമീറ്റർ പോലും ഇട്ടില്ല. എന്താടാ ചോദിച്ചു, ഇന്ന് ഇത്ര കുറഞ്ഞു പോയി. ആദ്യം നീ 3 കിലോമീറ്റർ വരെ ഇട്ടതാണ്, ഇപ്പം നീ 1/4 കിലോമീറ്റർ പോലും ഒരു ദിവസം ഇടുന്നില്ല, എന്താ? അതേ സാറേ, അന്ന് പെയിൻറ്റിങ് അടുത്തിരിക്കുകയായിരുന്നു, ഇപ്പം ദൂരെയാണ്, അവിടെ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാൻ സമയമെടുക്കുന്നു, അപ്പോൾ ഇത്തിരി ഇടാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ മൂല്യം അത്രയ്ക്ക് കുറഞ്ഞിരിക്കുന്നു. മൂല്യങ്ങൾ കുറഞ്ഞു. നമ്മൾ മുൻപിത് വെച്ച് ഓരോന്ന് ചെയ്യും, എന്തെങ്കിൽ സ്വീകരിക്കാനുള്ള മനസ്സില്ല. അപ്പോൾ നമ്മൾ തന്നെ ദുഃഖിക്കുന്നു. നമ്മളെ സൃഷ്ടിച്ച ലോകത്തിൽ സന്തോഷിക്കുന്നു, നമ്മളെ സൃഷ്ടിച്ച ലോകത്തിൽ ദുഃഖിക്കുന്നു. നമ്മളെപ്പോഴും പുറം ലോകത്ത് നോക്കി അവരെന്നെ ആരാധിക്കണം, എന്നെ പ്രഭു എന്ന് വിളിക്കണം. അമ്മ ആരാധിച്ചേക്കാൻ ജനങ്ങൾ പ്രഭോ പ്രഭോ എന്ന് വിളിച്ച് ആയത് അല്പകാലം മാത്രം നിലനിൽക്കുക നമ്മൾ ഭജന പാടുമ്പോൾ പാടാറുണ്ടല്ലോ വരികൾ. അപ്പം നമ്മൾ ലോകത്തെ മാത്രം ആശ്രയിച്ച് മറ്റുള്ള സ്ഥാനമാനവും പേരും പെരുമയ്ക്കും മാത്രം കൊതിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ഇത് പറയുമ്പോൾ ഒരു കഥ ഓർക്കുകയാണ്. ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പല ആൾക്കാരും വെളി രാജ്യങ്ങളിൽ ജോലിക്ക് പോയി. ഒരു മോൻ ജോലിക്ക് പോയിട്ട് കുറേ വർഷം നിന്നിട്ട് പണമെല്ലാം കൊണ്ടുവന്ന് ആ ഗ്രാമത്തിൽ തന്നെ വലിയ വീട് വെച്ച്, കൊട്ടാരം പോലുള്ള വീട്. എന്നിട്ട് ഏറ്റവും വലിയ വീട് എൻ്റെ വീടായിരിക്കണമെന്നാണ് ആ ഗ്രാമത്തിൽ. അത് കഴിഞ്ഞിട്ട് പണം കയ്യിലുണ്ടല്ലോ, അതൊക്കെ ആൾക്കാർ പാവത്തങ്ങൾ അന്നന്ന് എന്തെങ്കിലും മേടിച്ച് വിറ്റ് കഴിയുന്നവരുണ്ട്, അവർക്കൊക്കെ പൈസ പലിശയ്ക്ക് കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ കൂടെ കുറേ അനുയായികൾ കാണും, യജമാനെന്ന് വിളിക്കാൻ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം നടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കും, വായും പൊത്തി നിൽക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ പൈസ മേടിച്ചാണ് പല പല കാര്യങ്ങളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ പ്രഭോ പ്രഭോ മുതലാളി 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 തട്ടുകൊടുത്ത് നിൽക്കും. അങ്ങനെ പുള്ളി ഇങ്ങനെ അഹങ്കരിച്ച് എന്തും ചെയ്യുന്ന രീതിയിൽ പോകുന്നു. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ വേറൊരാൾ വന്നു. ഗ്രാമത്തിൽ നിന്ന് വെളി രാജ്യത്തിൽ പോയ ആൾ വന്നു, ജോലി വിട്ട് വന്നു. ഇയാൾക്ക് കെട്ടിടമായ ഇതിനേക്കാളും വലിയ കെട്ടിടം എനിക്ക് തീർക്കണം, അതിനേക്കാളും നല്ല കൂടിയ ടൈൽസും വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, ഇവനെ എല്ലാവരും ആദരിക്കുന്നില്ല, അങ്ങനെ വിടാൻ പാടില്ല, എന്താണ് അടുത്ത മാർഗം? അപ്പോൾ അയാൾ കൊടുക്കുന്നതിനെ കഴിച്ച് പലിശ കുറച്ച്
വാക്കുകൾ കൊടുക്കാനുണ്ടാക്കുക. എല്ലാവരും അയാളടുത്ത് പോയി. എല്ലാവരും അയാളടുത്ത് പോയത് മാത്രമല്ല, ഇയാളെ കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇദ്ദേഹം നടന്നു പോയിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരു പുച്ഛം പോലെ. മറ്റേയാളാണ് പ്രഭോ പ്രഭോ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് ദുഃഖമായി, ദേഷ്യമായി, അമർഷമായി, നാണക്കേടായി, അവിടെ നിന്ന് ഓടിപ്പോണമെന്ന് തോന്നുന്നു. അപ്പം ഇതുപോലാണ് ലോകവും. ഏത് സന്തോഷത്തിന് പിന്നിലും ഒരു ദുഃഖം ഉണ്ടാകും. നമ്മൾ ചില കാര്യങ്ങൾ കണക്കുണ്ട്, അതനുസരിച്ച് കിട്ടുമ്പോൾ സന്തോഷിക്കും, അതനുസരിച്ച് കണ്ടില്ലെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാകും. നമ്മുടെ തന്നെ സൃഷ്ടിയാണ് ദുഃഖവും, നമ്മുടെ തന്നെ സൃഷ്ടിയാണ് സന്തോഷവും. നമ്മൾ ചിലത് കണക്ക് കൂട്ടി അത് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു, ആ കണക്കൂട്ടിൽ കനച്ച് കിട്ടിയില്ലേ ദുഃഖിക്കുന്നു. ഇത് നമ്മുടെ സൃഷ്ടിയാണ്. ആ മനസ്സിനെ പരമാത്മാവിലേക്ക് കൊടുക്കുക, ആ സമർപ്പണം. ആ ഒരു രീതി പോകുമ്പോൾ തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാകാതിരിക്കില്ല, ഉണ്ടാകും. ഒരു സാധകൻ കഷ്ടത്തിൽ വരുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ലോക സ്വഭാവം അനുസരിച്ച്, ലോകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പല അപകീർത്തികളും പ്രശ്നങ്ങളും വരാം. കാരണം എല്ലാവരും പല സൈസ് സ്വഭാവക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മഹാഭാരതത്തിൽ 2 കഥാപാത്രം ഒരേ രീതിയില്ല. ഓരോ കഥാപാത്രവും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അപ്പം ഇതേ സ്വഭാവക്കാരാണ് ലോകത്തിലുള്ളത്. കുയിലിനെ പോലെ കാക്കയോട് പാടാൻ പറഞ്ഞ് നടക്കുമോ? അപ്പോൾ ഇതുപോലെ കാക്കെടുത്ത് കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. ആദ്യം അങ്ങനെ സൃഷ്ടിച്ച് പിന്നെ ദുഃഖിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പരമാത്മാവ് സമർപ്പിച്ച് ആ തത്വം മനസ്സിലാക്കി പോകുമ്പം ഇതൊക്കെ കണ്ടു സാക്ഷിയായി മാറുമെന്ന് കാണാൻ സാധിക്കും.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം
നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. The great Bhishma remained a bachelor throughout his life. Mysteriously, the stalwart had the karma of finding brides for 3 generations of his clan. To begin with, staking his own future, he brought Satyavati to fulfill his father's lust. The father's lust, that's most important. That's why his oath is not a supreme quality. And later on, he forcibly abducted Ambika and Ambalika for his half-brother Vichitravirya, and thereafter Gandhari and Madri for Dhritarashtra and Pandu respectively. So though powerful, all these 5 ladies had to go through extremely agonizing situations while leading an unhappy and discontent life, only because of Bhishma. Unfathomable must have been the bad karma that the Grand Sir accrued from these exploits. To add more fire to the already existing karma, we see an important Bhishma during one of the most pathetic and atrocious incidents in the Mahabharata. As instructed by Duryodhana, Dushasana, the second Kaurava, dragged Queen Draupadi, who was in her menstrual period, by her hair to the royal court of Hastinapura. The ruling king Dhritarashtra, Bhishma, the Pandavas and all the elders were assembled there. Karna was present, Drona was present, and Dushasana tried to disrobe Draupadi while she cried and beseeched the entire assembly of powerful men for help. No one except Vidura and Vikarna spoke and condemned the act strongly. But their voice weren't heard. Even if Bhishma winning wives for his step-brother and nephews could be interpreted as kingly rights, being a silent witness to such a horrendous act of stripping the sari of the Pandava queen in an open assembly was an outrageous misdemeanor on the part of this great Bhishma. The Grand Sir was the eldest in the family. He was well respected, maybe even feared by everyone because of his unparalleled might, prominence and wisdom. His intervention would have avoided that most heinous situation. Instead, when Draupadi boldly confronts Bhishma with the question whether or not Yudhishthira, who already gambled himself away, had any right to stake her in the game of dice, he sheepishly pronounces, "Na dharma sokshmyat subhage vivektum shakromite prasanamimam yathavat asaumya shaktak panidum parasvam striyascha bhartruvamshatam samikshya." This is what Bhishma tells Draupadi when she questions his silence while she was being disrobed by the atrocious Dushasana. "Blessed lady, one who is not a master has no power to wager another's property, and a woman is subordinate to her husband. Considering this, I am not able to determine the truth of this question owing to the subtlety of dharma." This is what Bhishma said. These are the exact words of Bhishma. "I am unable to determine the truth of this question you asked me, owing to the subtlety of dharma." Imagine the situation. He had all right to say, he had the authority, he had the power, he had the knowledgeability, he had the intelligence, he was the eldest, learned person, and Duryodhana and Dhritarashtra and his brothers would have listened to him.
but he did not intervene. And there is yet another important point to be remembered when we look at the towering personality of Bhishma. In addition to being an invincible warrior, Bhishma was also well versed in all the Vedas, Vedangas, Darshanas, Dharmashastras, political science, good governance, and all the other sacred books, texts. His preceptors were none other than great sages such as Brihaspati, Shukracharya, Vasishtha, Chavana, Sanat Kumara, Markandeya, and Parashurama. All of them were endowed with divine powers and invincible as well. And this is to say that when Bhishma, a repository of wisdom, someone who was supposed to set an example to everyone else, abstained from raising his voice against the appalling situation where Draupadi's sari was stripped off. The gravity of the error and his responsibility of allowing such an outrageous incident to take place becomes unpardonable. And finally, he fought on the side of the Kauravas, the unrighteous people, even though he had the choice to change sides. Of course, the Pandavas were recipients of Bhishma's goodwill. However, in a do-or-die situation where the very existence of Dharma was at stake, where good-hearted people were inordinately mistreated, the prodigious grandsir meekly, helplessly, and graciously sacrificed his life for wicked people. All because of an oath that he took in the past. Moreover, it wasn't even a pledge taken for a magnificent and noble cause, was it? No. The ostensible sacrifice was only to fulfill the craving of his father to marry a young fisherwoman, Satyavati, with whom he fell in love with. Did that marriage bring any worthy outcome? Not at all. The end result, all the events that followed, was disastrous. And this is what happens when you give undue importance to the past. Your attachment to the almost unimportant past becomes a burden to you, the people around you, and the entire society.